നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പി ജയരാജൻ എന്ന പേര് ഒരു കാലത്ത് CPM-ലെ കരുത്തരായ നേതാക്കളുടെ പ്രതിരൂപമായി കണ്ടിരുന്നതാണ്. പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ പി ജയരാജനായിരുന്നു കേരളത്തിലെ CPM-ൽ, പ്രത്യേകിച്ച് കണ്ണൂർ ലോബിയിൽ അതികായനായ നേതാവ്. എന്നാൽ കുറെ കാലമായി പി ജയരാജൻ പാർട്ടിയിൽ അവഗണിക്കപ്പെടുകയും അരികുവൽക്കരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഉയർന്ന റിസോർട്ട് അഴിമതി ആരോപണങ്ങൾ, BJP നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നുള്ള ആരോപണങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തെ CPM-ൽ അരികുവൽക്കരിക്കപ്പെടാൻ സഹായിച്ചു. എന്നുമാത്രമല്ല, CPM-ൽ പി ജയരാജൻ ഒരു നേതാവേ അല്ലാതായി മാറിക്കഴിഞ്ഞിരുന്നു. പിണറായി വിജയനും പി ജയരാജനും തമ്മിലുണ്ടായ അകൽച്ചയാണ് ശരിക്കും പി ജയരാജനെ പാർട്ടിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് എത്തിച്ചത്. പിയേക്കാൾ ജൂനിയറായ MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കിയതോടുകൂടി പി ജയരാജൻ്റെ പതനം ഏറെക്കുറെ പൂർണ്ണമായി. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിവരികയാണ്. പി ജയരാജൻ അതിശക്തനായി പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. MV ഗോവിന്ദനും പിണറായി വിജയനും തമ്മിൽ അകന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതോടെയാണ് പി ജയരാജൻ വീണ്ടും കളം പിടിക്കുന്നത്. MV ഗോവിന്ദൻ കണ്ണൂരിൽ ഒരു ജ്യോത്സ്യനെ കണ്ട കാര്യം CPM സംസ്ഥാന നേതൃയോഗത്തിൽ വിഷയമായി ഉന്നയിച്ചതും അതേ തുടർന്ന് വലിയ വാഗ്വാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടായതും പി ജയരാജൻ്റെ ഇടപെടൽ മൂലമായിരുന്നു. ഇപ്പോഴിതാ ചെന്നൈയിലെ ഒരു വ്യവസായി ഷർഷാദ് MV ഗോവിന്ദൻ്റെ മകനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ഷർഷാദ് PBക്ക് നൽകിയ കത്ത് MV ഗോവിന്ദൻ്റെ മകൻ ചോർത്തി ആരോപണ വിധേയനായ ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്ക് നൽകിയെന്ന ഷർഷാദിൻ്റെ ആരോപണവുമെല്ലാം ഇപ്പോൾ MV ഗോവിന്ദനെ വരിഞ്ഞു മുറുക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും പി ജയരാജൻ കളം പിടിക്കുന്നത്. MV ഗോവിന്ദനെതിരെ ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ CPM സംസ്ഥാന യോഗത്തിലും സംസ്ഥാന നേതൃയോഗത്തിലുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, കണ്ണൂർ ലോബിയിൽ പി ശക്തനായി തിരിച്ചു വന്നാൽ കേരളത്തിൻ്റെ CPM-ന്റെ മുഖം മാറും. ഒരിക്കൽ കൂടി പി ജയരാജൻ പിണറായി വിജയൻ്റെ വിശ്വസ്തനായി തീർന്നാൽ പിന്നെ പാർട്ടിയുടെ ചരിത്രം ഇങ്ങനെ ആയിരിക്കില്ല. ഏതായാലും MV ഗോവിന്ദൻ വളരെ ദുർബലനായ സെക്രട്ടറിയാണെന്ന് എല്ലാവരും വിധിയെഴുതി കഴിഞ്ഞു. ഇപ്പോഴിതാ മകന് നേരെയുള്ള ആരോപണവും ഉയർന്നു വരുന്നു. പിണറായി വിജയനുമായുള്ള അകൽച്ച MV ഗോവിന്ദനെ യഥാർത്ഥത്തിൽ അതീവ ദുർബലനാക്കിയെന്നു മാത്രമല്ല, പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടായി. ശരിക്കും ഈ വിഷയമെല്ലാം ഉയർന്നു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പി ജയരാജനെ വീണ്ടും പിണറായി തന്നോട് ചേർത്ത് നിർത്തിയാൽ പിന്നെ CPM-ലെ കളി മാറി. MV ഗോവിന്ദനും MA ബേബിയുമെന്നും ഒരുമിച്ച് നടന്നു പിന്നെ പിണറായിയെ തൊടാൻ കഴിയുകയില്ല. കാരണം പി എന്നത് മറ്റൊരു പിണറായി വിജയൻ തന്നെയാണ്. CPM-ന്റെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിൽ ഒരാൾ. RSSും കോൺഗ്രസ് നേതാക്കളുമെല്ലാം കൊല്ലാൻ വേണ്ടി തലയ്ക്ക് വിലയിട്ട് പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ് പി ജയരാജൻ. അതുകൊണ്ട് തന്നെ പിണറായി ഒരിക്കൽ കൂടി പിയെ ചേർത്ത് പിടിച്ചാൽ പിന്നെ കേരളത്തിൻ്റെ CPM-ന്റെയും കണ്ണൂരിലെ CPM-ന്റെയും ചരിത്രം തന്നെ മാറുമെന്നാണ് പല CPM നേതാക്കളും അടക്കം പറയുന്നത്. ഇപ്പോൾ തനിക്കെതിരെ പാർട്ടിയിൽ ഉരുണ്ടുകൂടുന്ന ചില നീക്കങ്ങളെ തടുക്കാൻ പി ജയരാജൻ്റെ സഹായം പിണറായി വിജയൻ തേടിയെന്നാണ് ചില നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണ് MV ഗോവിന്ദനെതിരെ ഇത്തരം ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നതെന്നും അവർ പറയുന്നു. ഏതായാലും പി ജയരാജൻ വീണ്ടും കളം പിടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പി കളം പിടിച്ചാൽ ഇനി CPM-ന്റെ ഗതിവിഗതികൾ മാറി വരും. MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ അസ്തപ്രജ്ഞരായി ആ നീക്കം നോക്കി നിൽക്കേണ്ടിയും വരും. പിണറായിയും പിയും കൈകോർത്താൽ പിന്നെ അത് കേരളത്തിലെ CPM തന്നെയാണ്. അത് നന്നായി അറിയാവുന്നവരാണ് ഇപ്പോൾ പിയുടെ തിരിച്ചുവരവ് കണ്ട് ഭയക്കുന്നത്.